തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് തടസ്സമുണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ്. തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരുമ്പോൾ അവ നശിക്കാൻ തുടങ്ങുന്നു. ഇത് ഓർമ്മശക്തി, കാഴ്ച, കേൾവി, പേശി നിയന്ത്രണം തുടങ്ങിയ കഴിവുകളെ ബാധിക്കാം. സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങൾ. ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്കിന്റെ ഒരു പ്രധാന കാരണമാണിത്. പ്രമേഹം ഉയർന്ന രക്തത്തിലെ പഞ്ചസാര രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു. ഇത് സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന കൊളസ്ട്രോൾ ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു. പുകവലി നിക്കോട്ടിൻ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കാർബൺ മോണോക്സൈഡ് രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. അമിത മദ്യപാനം ഇത് രക്തസമ്മർദ്ദം ഉയർത്തുന്നു. അമിതവണ്ണം, അമിതഭാരം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുൾപ്പെടെ പല സ്ട്രോക്ക് അപകടസാധ്യത ഘടകങ്ങളിലേക്കും സംഭാവന ചെയ്യുന്നു. വ്യായാമത്തിന്റെ അഭാവം, ഉദാസീനമായ ജീവിതശൈലി സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. തെറ്റായ ഭക്ഷണക്രമം, അനാരോഗ്യകരമായ ഭക്ഷണരീതിയും സ്ട്രോക്ക് സാധ്യത കൂട്ടുന്നു. ഉറക്കമില്ലായ്മ, സ്ട്രെസ് ഇവയും സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയാഘാതം വന്നവർക്കും ഹൃദയമിടിപ്പ് ക്രമം അല്ലാത്തവർക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാന ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. മുഖം കോടിപ്പോവുക, പ്രത്യേകിച്ചും മുഖത്തിന്റെ ഒരു വശം താഴ്ന്നു പോവുകയോ കോടിപ്പോവുകയോ ചെയ്യാം. കൈകാലുകളിലെ തളർച്ച, ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം പെട്ടെന്ന് മരവിപ്പോ ബലക്കുറവോ അനുഭവപ്പെടുക. സംസാരശേഷി നഷ്ടമാകുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, വാക്കുകൾ കിട്ടാതിരിക്കുക, അവ്യക്തമായി സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ വരിക. കാഴ്ച പ്രശ്നങ്ങൾ. ഒന്നോ രണ്ടോ കണ്ണുകളിൽ കാഴ്ച മങ്ങുകയോ ഇരുണ്ടുപോകുകയോ ഇരട്ട കാഴ്ച അനുഭവപ്പെടുകയോ ചെയ്യാം. നടക്കാൻ ബുദ്ധിമുട്ട്, തലകറക്കം, ബാലൻസ് നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഏകോപന പ്രശ്നങ്ങൾ കാരണം നടക്കാൻ പ്രയാസം നേരിടുക. പെട്ടെന്നുള്ള കഠിനമായ തലവേദന. കാരണം കൂടാതെ പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ തലവേദന സ്ട്രോക്കിന്റെ ലക്ഷണമാകാം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് വളരെ പ്രധാനമാണ്. സ്ട്രോക്ക് ചികിത്സ. സ്ട്രോക്ക് ചികിത്സയിൽ സമയം വളരെ നിർണായകമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ തലച്ചോറിനുണ്ടാകുന്ന തകരാറുകൾ കുറയ്ക്കാനും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. ത്രോംബോളൈസിസ് ഇസ്കമിക് സ്ട്രോക്കിന് രക്തക്കുഴലിൽ തടസ്സമുണ്ടാകുന്നത് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണിത്. ഇത് ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ നൽകിയാൽ കൂടുതൽ ഫലം ലഭിക്കും. മെക്കാനിക്കൽ ത്രോംബക്ടമി വലിയ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്യാൻ സാധിക്കും. മരുന്നുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും അപസ്മാരം തടയാനും മസ്തിഷ്ക വീക്കം കുറയ്ക്കാനുമുള്ള മരുന്നുകൾ നൽകാം. സപ്പോർട്ടീവ് കെയർ സുപ്രധാന അടയാളങ്ങൾ നിരീക്ഷിക്കുക, ശ്വാസമെടുക്കാൻ സഹായിക്കുക, മറ്റ് സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നിവ പ്രധാനമാണ്. പുനരധിവാസം റെഹബിലിറ്റേഷൻ സ്ട്രോക്കിന് ശേഷം ശാരീരിക വൈകല്യങ്ങൾ കുറയ്ക്കാനും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ ആവശ്യമാണ്. സ്ട്രോക്ക് എങ്ങനെ തടയാം? സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദം മരുന്നുകളിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നിയന്ത്രിക്കുക. പ്രമേഹം നിയന്ത്രിക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിൽ നിലനിർത്തുക. കൊളസ്ട്രോൾ നിയന്ത്രിക്കുക. ഉയർന്ന കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക. ഉപ്പ്, പൂരിത കൊഴുപ്പുകൾ, ട്രാൻസ് ഫാറ്റുകൾ, പഞ്ചസാര എന്നിവ കുറയ്ക്കുക. പതിവായി വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് മിതമായ വ്യായാമം ചെയ്യുക. നടത്തം, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയവ. പുകവലി ഉപേക്ഷിക്കുക. പുകവലി പൂർണ്ണമായും നിർത്തുക. മദ്യപാനം കുറയ്ക്കുക. അമിത മദ്യപാനം ഒഴിവാക്കുക. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക. അമിതവണ്ണം ഒഴിവാക്കുക. സ്ട്രെസ് നിയന്ത്രിക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയവ ശീലമാക്കുക. കൃത്യമായ വൈദ്യപരിശോധനകൾ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. സ്ട്രോക്ക് ഒരു അടിയന്തര സാഹചര്യമാണ്. ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും ഉടൻ വൈദ്യസഹായം തേടുകയും ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാനും വൈകല്യങ്ങൾ കുറയ്ക്കാനും സഹായിക്കും.